മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. തിരുവാലി ചെള്ളിത്തോട് പാലം പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനാൽ നട്ടം തിരിഞ്ഞ നാട്ടുകാർ. താൽക്കാലിക പാലം പൊളിച്ചതോടെ കോട്ടോല കോഴിപ്പറമ്പ് റോഡ് വഴിയാണ് ഇപ്പോൾ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നത്. വീതി കുറഞ്ഞ പാതയായതിനാൽ ഈ റൂട്ടിൽ അപകടങ്ങളും പതിവാകുന്നുണ്ട്. വണ്ടൂർ മഞ്ചേരി റൂട്ടിലെ പ്രധാന പാതയിലാണ് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. പാലം പ്രവൃത്തി തുടങ്ങിയതോടെ ചെറിയ വാഹനങ്ങൾക്കെല്ലാം കടന്നുപോകുവാൻ താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. എന്നാൽ കനത്ത മഴ കാരണം തോടിൽ വെള്ളം നിറഞ്ഞൊഴുകിയതോടെ താൽക്കാലിക പാലം പൊളിക്കേണ്ടി വന്നു. ശക്തമായ മഴയിൽ തോടിലെ സുഗമമായ വെള്ളമൊഴുക്കിന് തടസ്സം നേരിടുന്നതും പാലം അപകടത്തിലാവാൻ സാധ്യതയുള്ളതും കാരണമാണ് പൊളിച്ചു നീക്കിയത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. നിലവിൽ കോട്ടോല റോഡ് വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. വീതിയില്ലാത്ത ഈ റോഡിൽ കയറ്റവും ഇറക്കവും ഒട്ടേറെ വളവുകളുമുണ്ട്. ഇത് അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ലോറിയും കാറും ചെരിയുകയും ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നലെ വീണ്ടും മഞ്ചേരിയിൽ നിന്ന് വണ്ടൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് വലിയ ചുരവളവിൽ ചെരിഞ്ഞു. ബസ്സിലെ 30ഓളം യാത്രക്കാർ അത്ഭുതകരമായി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികളെടുത്ത് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ചെറുവാഹനങ്ങൾ മാത്രം ഈ റൂട്ടിലൂടെ കടത്തിവിട്ട വലിയ വാഹനങ്ങളും ബസ്സുകൾക്കും മറ്റൊരു പാത കണ്ടെത്തണമെന്ന അഭിപ്രായവുമുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ മാസം റീടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത കോട്ടോല കോഴിപ്പറമ്പ് റോഡിൽ ബസ്, ടിപ്പർ തുടങ്ങി വലിയ വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്നത് റോഡ് തകരാനും കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ചെള്ളിത്തോട് പാലം പ്രവൃത്തി ഇനിയും നീണ്ടുപോയാൽ അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കൂടുതൽ പ്രയാസത്തിലാകും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.